ഈ യുദ്ധം എന്തായി തീരും? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതാണ് ഡിഗ്രഡേഷൻ ഓഫ് ഇറാൻ, പുഷിംഗ് ദം ബാക്ക് ടു മേ ബി ടു അറ്റ്ലീസ്റ്റ് കപ്പിൾ ഓഫ് ഡെക്കേഡ്സ് ബാക്ക്. അവരുടെ ശേഷിയിലും അവരുടെ സ്റ്റേജിലും. പിന്നെ അത് കഴിഞ്ഞ് ഈ യുദ്ധം കഴിഞ്ഞ് വരുന്ന ഇറാൻ ഒരുപാട് പരിതാപകരമായ അവസ്ഥ ആയിരിക്കും. എക്കണോമിക്കലി, മിലിറ്ററിലി, ജിയോ പൊളിറ്റിക്കലി ഇറ്റ്സ് നോട്ട്, ദേ ആർ നോട്ട് ഗോയിങ് ടു ഹാവ് എ ഗ്രേറ്റ് ടൈം. ഇത് ഇവിടെ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ കമന്റ് ഇട്ടൊപ്പിക്കുന്നത് പോലെ അല്ല. ഇറാൻ വൻതോതിൽ തകർന്നിട്ടുണ്ട്. ഇറാൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് എന്താണ്? ഇന്നലത്തെ ത്രെട്ട് എന്തായിരുന്നു? അമേരിക്കയുടെ IT ടെക് സ്ഥാപനങ്ങളെ ആക്രമിക്കും. ആക്രമണം, ഞങ്ങൾക്കെതിരെയുള്ള ആക്രമണം നിർത്തിയില്ലെങ്കിൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അതാണ് നിർത്താൻ എത്രമാത്രം അവരെങ്ങനെയെങ്കിലും ഇങ്ങനെ ചത്ത് കിടക്കുകയാണ്. ആകെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്നോണം കുറേ ഡ്രോണുകളും നല്ല ശേഷി, അവരുടെ നമ്പർ ഓഫ് വോളിയം എന്തായാലും കഴിഞ്ഞ 30 ദിവസം നോക്കുമ്പോൾ തുടക്കത്തിൽ നിന്ന് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് കം ഡൗൺ, ഒരു 90% കം ഡൗൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്, അവരുടെ കയ്യിലുണ്ട് ഡ്രോൺസ്. ഒരു മേ ബി തൗസൻഡ്സ് ഓഫ് ഡ്രോൺസ് ഇപ്പോഴും ബാക്കി ഉണ്ടാവാം. ഡ്രോൺസിൻ്റെ ഒക്കെ നമ്പർ ഇപ്പം ഞാൻ പറഞ്ഞു, യുക്രൈനൊക്കെ മില്യൺസ് ഓഫ് ഡ്രോൺസുമായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഹൺഡ്രഡ്സ് ഓഫ് മിസൈൽസ് ഉണ്ടാവാം, മേ ബി 100 എത്രയോ. പിന്നെ ലോഞ്ചേഴ്സ് ഒരു 20% ഓർ ലെസ്, 15-20% ലോഞ്ചേഴ്സ് ഉണ്ടാവാം. പക്ഷെ അതെല്ലാം ഓരോ തവണയും ഓരോന്ന് ഉപയോഗിക്കുമ്പോഴും അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ടാർഗറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് ആണ് ഇസ്രയേൽ ഇന്നലെ നെതന്യാഹു പറഞ്ഞു, ഈ ന്യൂക്ലിയർ ആയുധത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് 2 കൂട്ടർക്കും ഒരു സമാനതയായി. ഇറാൻ ഉടനെയൊന്നും ഈ ന്യൂക്ലിയർ ആയുധം എന്നും പറഞ്ഞുകൊണ്ട്, ഇനി എൻറിച്ച്മെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു ഇതായിട്ടുണ്ട്. അതൊരു വലിയൊരു ഇതാണ്. അത് ഇസ്രയേലിൽ നെതന്യാഹുവിനും പറയാൻ കഴിയുന്നൊരു കാര്യമാണ്. പിന്നെ മിസൈലുകളുടെ കാര്യത്തിലായാലും, പിന്നെ പ്രോക്സികളുടെ കാര്യത്തിൽ, അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയിട്ടൊരു മുന്നിൽ. പ്രോക്സികളെ ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു വലിയ സംഗതിയാണ്. അക്കാര്യത്തിൽ ഈ യുദ്ധം നിർണായകമായ ഒരു ഇതുണ്ടാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഹിസ്ബുള്ളയെ ഒരുപാട് വീക്കൻ ചെയ്യാൻ ഇസ്രയേലിന് കഴിഞ്ഞു. ഇസ്രയേലിന് അവിടെ പൊരിഞ്ഞ കരയുദ്ധമാണ് അവിടെ നടക്കുന്നത്. സോൾജിയേഴ്സ് നഷ്ടപ്പെടുന്നുണ്ട്. ഇവരെ ഇസ്രയേലിന് 6-8 സോൾജിയേഴ്സ് അവിടെ പോയിട്ടുണ്ട്. യുദ്ധമാണ്. മറുവശത്ത് 1500 അപ്പുറമാണ് ഡെത്ത് ടോൾ. നാശനഷ്ടങ്ങൾ ഭയങ്കരം. ശരിക്കും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ലെബനനിലാണ് ഇപ്പം. അപ്പം ആ ഭാഗത്തുള്ള ത്രെട്ട് ഒരിക്കലും കരുതിയല്ല. ഈ ഇൻവിൻസിബിളായിട്ടാണ് ഹിസ്ബുള്ളയെ കരുതിയിട്ടുള്ളത്. ഹിസ്ബുള്ള എങ്ങനെയാണ് ഇസ്രയേലിനെ പോലുള്ള ഒരു ചെറിയ രാജ്യം, ഒരു 1.5 ലക്ഷം വരുന്ന ഒരു ആർമി വിത്ത് ഓൾ സെറ്റപ്പ് എങ്ങനെ നശിക്കും? അത് അടുത്ത് കിടന്ന് മിസൈൽ റോക്കറ്റ് വിടുകയാണ്, ഇവിടുന്ന് അങ്ങോട്ട് വിടുകയാണ്. 10 ആക്സസ് വാൻറ്റേജ് ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു ഏജൻസി ആയിരുന്നു ഹിസ്ബുള്ള. അതിനെയൊക്കെ നിർണായകമായിട്ട് ഒതുക്കാൻ നോക്കൂ. അവരെ ആദ്യം ഡീക്യാപിറ്റേറ്റ് ചെയ്തു, നസ്രുള്ളയെ അടിച്ചു, പിന്നെ പേജർ, പിന്നെ അത് കഴിഞ്ഞ് അടി ബെയ്റൂട്ടിലും ബെക്കാബാലിലും എല്ലാം പോയി അടിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇത് ഗ്രാജുവൽ ഗ്രൈൻഡിങ് ആണ്. എങ്ങനെയാണ് ഹമാസിനെ ഗ്രൈൻഡ് ചെയ്ത് ഒരു പരുവത്തിൽ അവിടെ ഇട്ടിരിക്കുന്നത്, അതേപോലെ ഹിസ്ബുള്ളയും ലെബനനെയും ചെയ്യുക. ഇറാനെ അറബ് രാജ്യങ്ങൾക്കിടയിൽ, മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുത്തുക, അവർക്ക് അലൈസ് ഉണ്ടാകാതിരിക്കുക. ഇത് വളരെ നിസ്സാരമായിട്ട് യുദ്ധം നേടിയില്ലേ? ഇസ്രയേൽ പോലും ആഗ്രഹിക്കാത്ത രീതിയിൽ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇറാനെതിരെ ഒരു ബ്ലോക്കായി മാറിയില്ലേ? ഇറാന്റെ സുഹൃത്താരാണ് ഇപ്പം? റഷ്യ, അമേരിക്കയൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ ആയുധ വിൽപ്പന നടത്തണം. ഇവർക്ക് ചൈനയ്ക്ക് കുറച്ച്, അമേരിക്ക അല്ല ചൈനയ്ക്ക് എണ്ണ കൊണ്ടുപോകണം. പിന്നെ ഇന്ത്യയുടെ സൗഹൃദം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമോ ദോഷവും ഇല്ല. ഇന്ത്യ ഇസ്രയേലുമായിട്ട് വളരെ നല്ല ബന്ധമാണ്. നിസ്സാരമായ നേട്ടങ്ങളല്ല. എല്ലാ തരത്തിലും ഇറാനെ മിലിറ്ററിലി, എക്കണോമിക്കലി എന്തായിരിക്കും എന്ന് നോക്കൂ. അവരുടെ സ്റ്റീൽ പ്ലാന്റ്സും അവരുടെ ഇൻഡസ്ട്രീസും അവരുടെ ലോഞ്ചേഴ്സും അവരുടെ ഈവൻ സൈനിക യൂണിവേഴ്സിറ്റി പോലും അടിച്ചു തകർത്തുന്നു. ഓയിൽ ഡിപ്പോസ് അടിച്ചു തകർത്തു. എന്തായിരിക്കും ഇറാൻ ഹൈപ്പർ ഇൻഫ്ലേഷനോട് കൂടിയാണ് നോട്ട് ഇറക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. 1 മില്യൺ അല്ലേ, അതോ
10 മില്യൺ ആണോ, ഞാൻ ഓർക്കുന്നില്ല, ഞാൻ നോട്ടിൽ 1 മില്യൺ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയുള്ള നോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും ഇനി വരാൻ പോകുന്ന അവസ്ഥ? ബാങ്കുകളിൽ തറന്നിരിക്കുന്നു, ഇന്റർനാഷണൽ പേയ്മെന്റിലില്ല, പുറത്തുനിന്ന് ഇങ്ങോട്ട് വരാനില്ല. ഇനി ഇറാന് സഹായം കൊടുക്കാനായിട്ടൊക്കെ ആളുകളും ഈ എല്ലാ കാര്യത്തിലും ഒരുപാട് ബുദ്ധിമുട്ട്. ഇറാൻ വീണ്ടും ഉപരോധത്തിലേക്ക് പോകുന്നു. ഈ യുദ്ധം കഴിഞ്ഞാൽ ഇറാന്റെ മേളിലുള്ള ഉപരോധം മാറ്റുമോ? ഇല്ല, ഉപരോധം മാറ്റില്ല. കാരണം അമേരിക്ക പറയാൻ പോകുന്നത് ഞങ്ങൾക്ക് ഒരുപാട് ചെലവ് ചെയ്താണ് ഞങ്ങൾ ഇത് അടിച്ചു തകർത്തിട്ടുള്ളത്, ഞങ്ങൾക്ക് അതിന്റെ ചെലവ് കാശ് കിട്ടണമെന്ന്. ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഞങ്ങളെ അടിച്ചതിന്റെ പൈസ തിരിച്ചു തരണമെന്നാണ്, റിപ്പറേഷൻ വേണമെന്നാണ് പറയുന്നത്, നഷ്ടപരിഹാരം. അമേരിക്ക തിരിച്ചായിരിക്കും പറയാൻ പോകുന്നത്, നിങ്ങളെ രോഗം ഭേദമാക്കിയതിന് ഞങ്ങൾക്ക് എങ്ങോട്ട് പൈസ തരണം എന്നുള്ളതായിരിക്കും. ഇതൊക്കെ ആയിരിക്കും നടക്കാൻ പോവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. ഓക്കെ.